സാഹിബ് സംസാരിക്കും. ഔപചാരികതയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന ബോധ്യമുണ്ട്. പക്ഷേ സമയം അതിനനുവദിക്കുന്നില്ല. വേദിയെ ബഹുമാനിക്കുന്നു, സദസ്സിനെ ആദരിക്കുന്നു. സാധാരണ ഡോക്ടർ മുനീർ സാഹിബ് പറയാറുണ്ട്, വെടിക്കെട്ട് നടന്നിടത്ത് കമ്പിത്തിരിക്ക് പ്രസക്തിയില്ല എന്ന്. എനിക്ക് മുമ്പ് പ്രഗത്ഭരായ പല നേതാക്കന്മാരും നിങ്ങളെ അഭിസംബോധന ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രസംഗം അസ്ഥാനത്താണ് എന്ന ബോധ്യവുമുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ അവരുടെ സ്മരണയാണ്. ആ സ്മരണയെക്കുറിച്ചാണ് കഴിഞ്ഞ എല്ലാവരും പറഞ്ഞു പോകുന്നത്. എല്ലാവരുടെ മനസ്സിലും ഓരോ ചിന്തകളുണ്ടാകും. 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണം എന്ന ആവശ്യം വെച്ചുകൊണ്ടാണ്. ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂട്ടാത്തവരുമായി കണക്കാക്കപ്പെട്ട കാലഘട്ടത്തിൽ അവർക്കൊരു മോചനത്തിൻ്റെ സന്ദേശമായിരുന്നു വാസ്തവത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്നതുകൊണ്ട് തുടക്കമിട്ടത് കേളപ്പജിയുടെ നേതൃത്വത്തിൽ. 31-36 കാലഘട്ടത്തിലാണ് നിവർത്തന പ്രക്ഷോഭം ഉണ്ടായത്. അത് ഹിന്ദുക്കളിലെ ഒരു വിഭാഗവും മുസ്ലിങ്ങളും ക്രിസ്തീയരും ചേർന്നുകൊണ്ട് അന്നത്തെ ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായുള്ള ഒരു പോരാട്ടമായിരുന്നു. ജനങ്ങളെ തരംതിരിച്ചപ്പോൾ, ജനങ്ങളെ വേർതിരിച്ചപ്പോൾ, ജനങ്ങളുടെ ആശയങ്ങൾക്കെതിരായി നിന്നപ്പോഴുള്ള ഒരു പോരാട്ടമായിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ പരിവർത്തനം കൊടപ്പനക്കൽ നിന്നുള്ള ഒരു പരിവർത്തനമാണ്. ആ പരിവർത്തനത്തെ എപ്പോഴും എല്ലാവരോടും വിളിച്ചു പറയുന്നൊരു വ്യക്തിത്വമായിരുന്നു വാസ്തവത്തിൽ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം പറയും, എൻ്റെ അമ്മയും എൻ്റെ പൂർവികരും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വീട്ടുമുറ്റത്തിൻ്റെ ചില വീടുകളുടെ മുറ്റത്ത് ചാണകം തളിയിച്ച മുറ്റത്ത് കുഴി കുത്തി അതിൽ ഇലയെ വെച്ച് അതിലേക്ക് കഞ്ഞി വെച്ച് കുടിച്ച ഓർമ്മകൾ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അമ്മയും പൂർവികരും വഴി നടന്നു പോകുമ്പോൾ മുൻഭാഗത്തു കൂടെ ചിലർ കടന്നു വരുമ്പോൾ അവർ തിരിച്ചു പോരുകയും അവർ കടന്നുപോയ വഴിയെ ചാണയം തെളിച്ച് വൃത്തിയാക്കിയത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഉൾക്കൊള്ളുന്ന ദളിത് സമൂഹത്തിന് എപ്പോഴും എവിടെയും കയറി ചെല്ലാനുള്ള ചില വാതിലുകൾ മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് തുറന്നു തന്നിട്ടുണ്ട്. അത് പാണക്കാട്ടെ കൊടപ്പനക്കലെ തറവാട്ടിൻ്റെ മുറ്റമാണ്. ആ വീടിൻ്റെ അകത്തളത്തിലേക്ക് കയറി ആ വീടിൻ്റെ അകത്തുള്ള തീന്മേശകൾക്ക് മുമ്പിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അമ്മ മുമ്പ് പറഞ്ഞ കുമ്പിളിൽ കഞ്ഞി കുടിച്ച ഓർമ്മകൾക്ക് പകരം ഒരു പുതിയ പരിവർത്തനത്തെ ഉണ്ടാക്കാൻ എൻ്റെ പാർട്ടി എനിക്ക് അവസരം തന്നിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ മുമ്പ് പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഉണ്ണികൃഷ്ണൻ ആ കാലത്ത് നല്ല പ്രാസംഗികനാണ്, പ്രഗത്ഭനായ പ്രാസംഗികനാണ്. എല്ലായിടങ്ങളിലും ഉണ്ണികൃഷ്ണനെ ക്ഷണിച്ചു കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ പലയിടങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെന്നിടത്ത് ഒരു പക്ഷേ കോഴിക്കോട് ജില്ലക്കടുത്ത് മാവൂരിനടുത്തൊരു പൊതുയോഗത്തിൽ ഞങ്ങൾ പ്രസംഗിക്കാൻ പോയി. ആ പ്രസംഗം അവിടെ പാർട്ടിക്കധികം ആളുകളുള്ളൊരു സ്ഥലമായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ എന്ന പുതിയ പ്രാസംഗികനെ കിട്ടിയപ്പോൾ അവർ ഒരു പ്രസംഗിക്കാൻ വേണ്ടി ഒരു പൊതു സദസ്സ് ക്ഷണിച്ചതാണ്. ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണനെ വിളിച്ചത്. ഉണ്ണികൃഷ്ണന്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ തൊട്ടടുത്ത ചില ഭാഗങ്ങളിൽ നിന്ന് കൂവിളികൾ ഉയർന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വേദിയിലുള്ള ആളുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സംഘടിതമായി ശക്തിയില്ലാത്തൊരു പ്രദേശത്തൊരു പൊതുയോഗമാണ്. അവർ പ്രതീക്ഷിക്കാത്ത ഒരു പൊതുയോഗത്തിന്റെ വേദിയുമാണ്. അവിടെ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പ്രസംഗിക്കുമ്പോൾ ശത്രുക്കൾ, എതിരാളികൾ, ഉണ്ണികൃഷ്ണന്റെ എതിരാളികൾ അല്ലെങ്കിൽ പാർട്ടിയുടെ എതിരാളികൾ അദ്ദേഹത്തിനെതിരായി കൂവിളി ഉയർന്നത്. പ്രസംഗത്തിന് തുടങ്ങിയ ഉണ്ണികൃഷ്ണന് അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ പീച്ചാങ്കത്തി ഉണ്ടാകും. വളരെ കാലം മുമ്പേ അദ്ദേഹം കൊണ്ടു നടക്കുന്നതാ ഒരു മടക്ക് കത്തി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞാൻ പലപ്പോഴും കാണുന്നതാ ഒരു മടക്ക് കത്തി ഉണ്ടാകും. അദ്ദേഹം ആ വേദിയിൽ നിന്ന് തൻ്റെ അരയിലുള്ള മടക്ക് കത്തി എടുത്ത് നിർത്തി ആ വേദിയിലെ മേശയിൽ ഒരു കുത്തുകുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് പാണക്കാട്ട് നിന്നാണ്, മലപ്പുറത്ത് നിന്നാണ്. പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അവരെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്.
എനിക്ക് ധൈര്യമുണ്ട്, ആരാണ് വരാനുള്ളവർ വന്നോളൂ എന്നൊരു ഭീഷണി അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ നടത്തുകയുണ്ടായി. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ആ കൂവിളി അവസാനിച്ചു. വേദിയിലെ പലരും ഒരുപക്ഷെ ജീവൻ രക്ഷിച്ച് പലയിടങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ തൻ്റെ മനസ്സിലെ ആശയങ്ങളെ അവിടെ വെച്ച് പറഞ്ഞു പ്രസംഗിച്ചു. ഇവിടെ പ്രസംഗിച്ചുകൊണ്ടാണ് തിരിച്ചു പോന്നത്. അത് ഒരു ഇഖ്ലാസ് എന്ന് പറയപ്പെടും. ഇഖ്ലാസ് മനസ്സിൻ്റെ ധൈര്യമായിരുന്നു, മനസ്സിലുള്ളൊരു തൻ്റെടമായിരുന്നു. മുസ്ലിം ലീഗ് പാർട്ടിയോടും അദ്ദേഹം സ്നേഹിച്ച പാർട്ടിയോടുമുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് നമുക്കറിയാം. അദ്ദേഹം അതിനുശേഷവും എന്നും എല്ലാ ചൊവ്വാഴ്ചയും പാണക്കാട്ട വീട്ടുമുറ്റത്തുണ്ടാകും. അവിടെ ഒരു വീട്ടിൽ നിന്നൊരു വീട്ടിലേക്ക്, ഒരു വീട്ടിൽ നിന്നൊരു വീട്ടിലേക്ക് വൈകുന്നേരം വരെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ആ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ തനിക്ക് തരുന്നത് ഒരു കുളിർമയാണെന്നും തനിക്ക് തരുന്നത് പുതിയൊരു വസന്തമാണെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കേണ്ട സമയമല്ലാത്തത് കൊണ്ട്, പറയാൻ ഒരുപാടുണ്ടെങ്കിലും പറയാൻ പറ്റുന്നൊരു സമയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഒരു ഉത്സവമുണ്ട്, പ്രിയപ്പെട്ട അഷ്റഫ് അലി അത് സൂചിപ്പിച്ചു. അത് കളിയാട്ടക്കാവിലെ ഉത്സവമാണ്. അത് മലബാറിലെ ഉത്സവങ്ങളുടെ അവസാനത്തെ ഉത്സവമാണ്. ആ കളിയാട്ടക്കാവിലെ വെള്ളിയാഴ്ച ആ പ്രദേശത്തെ സാമൂഹ്യപരമായുള്ള ദളിതർക്കുള്ള ദിവസമാണ്. മമ്പുറത്തെ തങ്ങൾ കുറിച്ചു കൊടുത്തതാണ് എന്നും അതിന് പറയപ്പെടുന്നുണ്ട്. ഉണ്ണികൃഷ്ണന്റെ വിഭാഗം കുറ്റൂര് വിഭാഗമാണ്. അവർക്ക് പോകേണ്ടത് മമ്പുറത്താണ്. മമ്പുറത്ത് പോയി അനുഗ്രഹ ആശിസ്സുകൾ വാങ്ങി കാണിക്ക കൊടുത്ത് അവിടെ വലയം ചെയ്താണ് അവർ അടുത്ത ദിവസമോ അന്നോ അവർ കളിയാട്ടക്കാവിലേക്ക് പോകാറ്. പക്ഷേ പോകുന്ന വഴിയെ മറ്റൊരു സ്ഥലമുണ്ട്, മുട്ടിച്ചിറ പള്ളി എന്ന് പറയപ്പെടുന്ന സ്ഥലം. ആ പള്ളി മതസൗഹാർദ്ദത്തിന്റെ നിലമാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. മമ്പുറത്ത് തങ്ങളുടെ ശുപാർശയ്ക്ക് നിർദ്ദേശമനുസരിച്ചാണ് അവിടെയുള്ള 10-12 പേർ ശുഹദാക്കളായത് എന്നതാണ് ചരിത്രത്തിന്റെ സത്യം. ആ പള്ളിയിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ ആളുകൾ അവിടെ കാണിക്ക വെച്ചുകൊണ്ടാണ് അങ്ങ് കളിയാട്ടക്കാവിലേക്ക് പോകാറ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ വരും, രാവിലെ തന്നെ വിളിക്കും, ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ ഇന്ന സമയത്ത് എത്തും. കൃത്യസമയത്ത് 12 മണിക്ക് 1 മണിയാകുമ്പോഴേക്ക് ആ തിരക്ക് കൂടുന്ന സന്ദർഭത്തിൽ ഉണ്ണികൃഷ്ണൻ വരും. പള്ളിയുടെ മുകളിലേക്ക് കയറി സ്റ്റെപ്പുകൾ കയറി വരും. ഞങ്ങൾ അവരെ ഒന്നിച്ച് കാത്തിരിക്കും, ഞങ്ങളോട് കുശലം പറയും, ഞങ്ങളോടൊപ്പം ഒന്ന് പടമെടുക്കും. മുട്ടിച്ചിറ ശുഹദാക്കളുടെ മുമ്പിൽ പോയി അദ്ദേഹം പ്രാർത്ഥന നടത്തും, തിരിച്ച് സന്തോഷിച്ചു പോകും. ഒരിക്കലും ഇടതടവില്ലാതെ എല്ലാ വർഷവും തുടർന്നു പോരുന്ന ഒരു ചടങ്ങായിരുന്നു അത്. കഴിഞ്ഞ ഒരു വർഷം അത് ഞങ്ങൾക്കുണ്ടാകാതെ പോയി. ഞങ്ങളവിടെ കാത്തിരുന്നു. ഉണ്ണികൃഷ്ണന്റെ പ്രിയപ്പെട്ട പുത്രനെ ഞാൻ അന്ന് പലതവണ വിളിച്ചു. അദ്ദേഹത്തിന് ഫോൺ ആ തിരക്കിനിടയിൽ എടുക്കാതെ പോയി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനെയെങ്കിലും ആ സമയത്ത് സ്വീകരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും മനുഷ്യനും വേണ്ടി ജീവിച്ച ഒരു മഹാപ്രവർത്തകനായിരുന്നു ഉണ്ണികൃഷ്ണൻ. ലാഭങ്ങൾ മോഹിച്ചുകൊണ്ടല്ല, സ്ഥാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല, ആചാരങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടല്ല, തൻ്റെ വിശ്വാസത്തിനനുസരിച്ച് താൻ ഉൾക്കൊള്ളുന്ന സമുദായത്തിന് നീതി കിട്ടണം എന്നൊരു ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം ഉണ്ണികൃഷ്ണന്റെ ജീവിതത്തിൽ അദ്ദേഹം നിർവഹിച്ചു പോന്നിട്ടുണ്ട് എന്നതിന് തെളിവാണ് ദളിത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ ഓഡിറ്റോറിയത്തെ നിറഞ്ഞു തന്ന ഈ നാടിന്റെ ഭാഗത്തിന് വന്ന ഈ 100 വന്ന പ്രവർത്തകന്മാരുടെ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.